എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു അമ്മൂസ് ആർട്ട് കഫേ. നമ്മളിന്ന് A to Z ക്രാഫ്റ്റ് സീരീസിൻ്റെ വീഡിയോസ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ ആദ്യത്തെ 4 ക്രാഫ്റ്റ് സീരീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. എല്ലാം കൂടെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഇതാകെ ഒരു 3 മിനിറ്റ്സിനകത്ത് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സിനകത്ത് നിങ്ങൾക്ക് ആദ്യത്തെ 4 ലെറ്റേഴ്സിൻ്റെയും കുഞ്ഞു ക്രാഫ്റ്റ്സ് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എയിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഉണ്ടാക്കിയത്. അത് വെറും വൈറ്റ് പേപ്പറും പിന്നെ നമ്മുടെ ഒരു ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ബാംബൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്കതും ഒരു പേപ്പർ റോൾ ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ യെല്ലോ പേപ്പറൊക്കെ ഞാൻ കളർ അടിച്ചെടുത്ത പേപ്പറാണ്. എൻ്റെ കയ്യിൽ വേറെ കളർ പേപ്പേഴ്സ് ഒന്നുമില്ല. ഞാൻ ഇതുവരെയും അങ്ങനത്തെ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുമില്ല. ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല. കാരണം വാങ്ങിയാൽ അത് വെറുതെ ഇരുന്ന് പോവും. അപ്പോൾ പറഞ്ഞോ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ലെറ്റർ എ വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ ട്രൈ ചെയ്യാം. പിന്നെ ബി വെച്ചിട്ട് നമ്മൾ ബുക്ക് മാർക്കാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനങ്ങനെ ട്യൂട്ടോറിയൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ 1 മിനിറ്റ് വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബുക്ക് മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു ഈവിലായി തീമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ട്രോബെറിയൊക്കെ വരച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് തീമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് മാർക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ബുക്ക് മാർക്കായിരിക്കും. കാരണം അത് ഭയങ്കര ക്യൂട്ടാണ് ചെയ്യാൻ. പിന്നെ കുറേ സിമ്പിളായിട്ട് ഈസ്തറ്റിക് ആയിട്ടുള്ള ഐഡിയാസ് നമുക്കതിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ബി വെച്ചിട്ട് ബുക്ക് മാർക്ക്, ബോട്ടിൽ ആർട്ട്, അങ്ങനെ ഒത്തിരി ആർട്സ് നമ്മുടെ തന്നെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാം. പിന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. നമ്മൾ 2K ഇതുവരെ ആയിട്ടില്ലല്ലോ. അപ്പോൾ 2K ആവുന്നതിന് മുന്നേ ലാസ്റ്റ് വീഡിയോ, ഈ വീഡിയോയിലൊന്നും കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്യുക. അതിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. പോയാലൊരു കമൻറ്റ്, കിട്ടിയാലൊരു ഗിഫ്റ്റ് അല്ലേ. അങ്ങനെ സി ആയിട്ട് നമ്മൾ ചെയ്തത് ക്യാൻഡിൽ ഹോൾഡറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ട്യൂട്ടോറിയൽസ് ഓൾറെഡി വീഡിയോസിലുണ്ട്. ചാനലിൽ 1 മിനിറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഉള്ള എല്ലാ വീഡിയോസും നമ്മൾ വീഡിയോ കണ്ട് തന്നെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വീഡിയോ കണ്ട് അത് നോക്കി അതേ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ചെയ്ത 4 ക്രാഫ്റ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസിലോ കമൻറ്റ് ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് 4 ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ലെറ്റർ ആയിരുന്നു ഡി വരെയുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഡി വെച്ച് നമ്മളൊരു ഡെസ്ക്ടോപ്പ് ഡസ്റ്റ്ബിനാണ് ഉണ്ടാക്കിയത്. അതും ഒരു മെക്ഡൊണാൾഡ്സ് തീംഡ് ഡസ്റ്റ്ബിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല നമ്മൾ ആ ഒരു ലിഡും ബോട്ടോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതാണ്. അതേപോലെയൊക്കെ കളർ ചെയ്തെടുക്കാൻ ഞാൻ അടിപൊളിയായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് വർക്കൗട്ട് ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ 4 ക്രാഫ്റ്റ് സീരീസ് വീഡിയോസിൽ നിങ്ങളുടെ ഫേവറേറ്റ് വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ആൻഡ് ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗീവ് അവേ. അപ്പോൾ 2K ആവുമ്പോൾ നമ്മൾ ആ കമൻറ്റ് സെക്ഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ.